ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റോയൽ ഐസിങ് വെച്ചിട്ട് നമ്മൾ ഷുഗർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ബർത്ത്ഡേ പാർട്ടീസിന് അല്ലെങ്കിൽ ഡെസേർട്ട് ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ റോയൽ ഐസിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കതിന് വേണ്ടത് 2 മുട്ടയുടെ വെള്ളയാണ്. അതൊന്ന് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐസിങ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഐസിങ് ഷുഗർ ഒരു 2 to 3 കപ്സ് വേണം. മുട്ടയുടെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് എന്തോരം വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഇതിൽ ഞാൻ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. കുറച്ചായിട്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒത്തിരി പൊടി പറക്കും. ഞാനിവിടെ ഒരു അര കപ്പ് വീതമാണ് പൊടി ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്കൊരു 2.5 കപ്പ് ഐസിങ് ഷുഗറിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. അര കപ്പ് അവിടെ ബാക്കി മിച്ചം വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു സ്പാറ്റില വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം നല്ലപോലെ നീറ്റാക്കി ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ അടിച്ച് അതിൻ്റെ തരി വെല്ലം ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് പൊട്ടിപ്പൊക്കോളും. ഇനി ആ സ്പാറ്റില വെച്ചിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 10 എണ്ണുന്നത് വരെ ആകുമ്പോഴത്തേക്കും ആ ലൈൻ അങ്ങ് ഫുൾ അതോട് അലിഞ്ഞു ചേരണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ 10 എണ്ണുന്നതിന് മുമ്പ് തന്നെ ആ ലൈൻ മാഞ്ഞു പോകുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അല്ലെ ടീസ്പൂൺ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. റോയൽ ഐസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എപ്പോഴും മൂടി വെക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇനി നമുക്ക് കുക്കീസ് എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആ റോയൽ ഐസിങ് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കണം. അപ്പോൾ ഉള്ള ബബിൾസ്, മോളിൽ കുറേ ബബിൾസ് പൊങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പൊക്കോളും. ഈ കുക്കീസിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് അത് ഇതുപോലെ ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കിയെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുള്ളതൊക്കെ മാറിപ്പൊക്കോളും. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ അൺഈവൻ എഡ്ജസ് ഒക്കെ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ആ സൈഡിലോട്ടൊക്കെ മാറ്റി കൊടുത്താൽ ഈവനായി വരും. ഈവൻ ചെറിയ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ചു വിടണം. അതുകൂടാതെ ആ റാക്ക് ഒന്ന് 2-3 പ്രാവശ്യം തട്ടിയാൽ കുറച്ചും കൂടെ ഈവനായിട്ട് കിട്ടും. ഈ കുക്കീസ് ഉണങ്ങാൻ ഒരു 3-4 മണിക്കൂർ എടുക്കും. അതല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചാൽ നെക്സ്റ്റ് ഡേ എടുത്ത് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമാകും. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ബ്രഷിൻ്റെ ടിപ്പ് മാത്രം ലൈറ്റായിട്ടൊന്ന് നനയ്ക്കുക. ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നിയാൽ അത് ടിഷ്യൂ പേപ്പറിൽ തൂത്ത് കളയണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൗഡേർഡ് പെയിൻ്റാണ്. നിങ്ങൾക്ക് ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഒരിച്ചിരി മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ഡാർക്ക് കളറായി പോവും. എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡബിൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത കളറിന് വേറൊരു ബ്രഷ് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് നനച്ച് എക്സസ് ആ ടിഷ്യൂ പേപ്പറിൽ തൂത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് റോയൽ ഐസിങ് ആയതുകൊണ്ട് പെട്ടെന്ന് അലുത്ത് പോകും. അതുകൊണ്ടാണ് ബ്രഷിൽ ഒത്തിരി വെള്ളം കാണരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ജെല്ല് എടുക്കുവാണെങ്കിലും ലൈറ്റായിട്ടേ എടുക്കാവുള്ളൂ. 2 സൈഡും ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ 2 കളേഴ്സും ഒന്ന് മേർജ് ചെയ്യണം. അതിന് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. 2 കളേഴ്സും കൂടെ ഒന്നിച്ചാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു ലൈറ്റ് പേർപ്പിൾ കളർ അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നത് കാണാം. അത് നല്ലൊരു ഭംഗിയാണ്. ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തിരി വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് പതുക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഡാർക്ക് കളറും ലൈറ്റ് കളറിൻ്റെയും ഡിഫറൻസ് കാണിച്ചു തരാം. നമുക്ക് പക്ഷേ 2 കളേഴ്സും വേണം. എന്നാലേ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഡിസൈൻസിന് നല്ല ഭംഗി വരുള്ളൂ. ഇനി നമുക്ക് ഈ റോയൽ ഐസിങ് കുക്കീസിൻ്റെ മുകളിലോട്ട് പൈപ്പ് ചെയ്യണം ഡിസൈൻസ്. അതിന് ഈ കൺസിസ്റ്റൻസി അല്ല വേണ്ട, കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വീതം ഐസിങ് ഷുഗർ ഇട്ട് ഇളക്കി ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആകാൻ വേണ്ടി നോക്കുവാണ്. ഇതുപോലെ സ്പാറ്റില വെച്ച് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പൈപ്പിങ്ങിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇതുപോലൊരു വര വരച്ച് കഴിഞ്ഞാൽ 10 എണ്ണിക്കഴിഞ്ഞാലും ആ ലൈൻ മാഞ്ഞു പോകരുത്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുക. എന്നിട്ട് ഇത് നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ ഒരു സൈഡിലോട്ട്, നമ്മൾ പൈപ്പ് ചെയ്യുന്ന ആ സൈഡിലോട്ട് ഇതുപോലെ അമുക്കി കൊടുക്കണം. അപ്പം ഇടയ്ക്കുള്ള ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പൊക്കോളും. ഇനി നമ്മൾ ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ഹോൾസ് ഇടാൻ വേണ്ടി മാത്രമാണ് കട്ട് ചെയ്യുന്നത്. റോയൽ ഐസിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നനഞ്ഞ തുണി കയ്യിൽ വേണം. അത് വെച്ചിട്ട് വേണം ടിപ്പ് ക്ലീൻ ആക്കാൻ.
ഇനി ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ബാഗ് പിടിക്കണം. നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ച് നോക്കാം, അതിൻ്റെ തിക്നെസ് കറക്റ്റ് ആണോന്നറിയാൻ. തിക്നെസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ട് ചെയ്യണം. ഇനി ഇത് പൈപ്പ് ചെയ്യുമ്പം ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പതുക്കെ പൊക്കിയിട്ട് വേണം വെക്കാൻ. നമ്മൾ ആ പാത്രത്തിനോട് ചേർന്ന് വെക്കുന്നതെങ്കിൽ അത് കർവി ആയിട്ട് പോകും. നമുക്ക് ആൽഫബറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു തിക്കർ ലൈൻ വേണം, അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ കട്ട് ചെയ്ത് കളയുവാണ്. ഇനി നമുക്ക് റൈറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പൊക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈവൻ കർവി ലൈൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റോയൽ ഐസിങ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ കേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കവർ ചെയ്യണമെങ്കിലും ഇതുപോലെ ഡിസൈൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുക്കിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എപ്പോഴും പൈപ്പിംഗ് ബാഗ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ട ഡിസൈൻസ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാനൊരു പോയിന്റിൽ പ്രസ് ചെയ്തിട്ട് പിന്നെ ആ ബാഗ് പതുക്കെ പൊക്കി ആവശ്യമുള്ള ഡിസൈൻ വരച്ചതിന് ശേഷം വേറൊരു പോയിന്റിൽ കൊണ്ട് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ വെച്ചാലേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകും. റോയൽ ഐസിങ് വെച്ചിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്താലേ ആ കുക്കീസിന് എപ്പോഴും നല്ലൊരു ഭംഗി വരുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് റോയൽ ഐസിങ് കുക്കീസിൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ട് അത് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഇതുപോലെ വരയ്ക്കാൻ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടും. ഇല്ലെങ്കിൽ ഡിസൈൻ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തിക്ക് കൺസിസ്റ്റൻസി എടുക്കണം എന്ന് പറയുന്നത്. ആ നല്ല 3D എഫക്റ്റും കിട്ടും. നമുക്കിത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത് കളേഴ്സ് ഡിഫറൻസ് വരുന്നത് ഈ റോയൽ ഐസിങ് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ്. അടുത്ത വീഡിയോയിൽ കുക്കീസിൻ്റെ റെസിപ്പിയും ഇതെങ്ങനെ പല ഡിസൈൻസ് നമുക്ക് എടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.